3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാ ബാലകൃഷ്ണൻ MLAയെ വിളിച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഇപ്പോൾ കോഴിക്കോട് എത്തിച്ചിരിക്കുകയാണ്. ഡൽഹിക്കാരായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെയാണ് സൈബർ സ്റ്റേഷനിൽ രാവിലെ എത്തിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന വ്യാജേന ആയിരുന്നു വിളിക്കുകയും പണം തട്ടാൻ ശ്രമിക്കുകയും ചെയ്തത്. MPമാരായ ഡീൻ കുര്യാക്കോസിനും ഷാഫി പറമ്പിലിനും ഇതുപോലെ തന്നെ കോൾ വരികയും ചെയ്തിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, വിദ്യാ ബാലകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും അങ്ങനെ പ്രതികളെ നേരത്തെ തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഈ പ്രതികൾക്ക് നമ്പർ ലഭിച്ചത്, എങ്ങനെയാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു ലിങ്ക് കൃത്യമായ ഒരു MLAയെ തന്നെ വിളിച്ച് ഫോൺ നമ്പർ ശേഖരിച്ച് വാഗ്ദാനം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതിൻ്റെ ചുരുളാണല്ലോ അഴിയേണ്ടത്. അതിന് ഈ പ്രതികളിൽ നിന്ന് സാധിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. തീർച്ചയായും ഈ മാസം 6-നാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ എലത്തൂർ MLA ആയ വിദ്യാ ബാലകൃഷ്ണന് ലഭിക്കുന്നത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ പുനഃസംഘടന ഉടൻ നടക്കാൻ പോകുന്നു, അതിൽ മന്ത്രിയാക്കി നിയമിക്കാം എന്നാണ് വാഗ്ദാനം ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ രാജ്കുമാർ എന്ന ആളുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരനായ രാജ്കുമാർ എന്ന ആളുടെ പേരിലാണ് ഈ കോൾ വരികയും ചെയ്തത്. അപ്പോൾ തന്നെ വിദ്യാ ബാലകൃഷ്ണൻ ഇവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ പണം നൽകിയാൽ എങ്ങനെ മന്ത്രിയാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള പദ്ധതി വളരെ വിശദമായി തന്നെ ഈ പ്രതികൾ വിദ്യാ ബാലകൃഷ്ണൻ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വിദ്യാ ബാലകൃഷ്ണൻ ഇക്കാര്യം പ്രിയങ്ക ഗാന്ധി MPയുടെ ഓഫീസിനെ അറിയിക്കുകയും ഇതോടുകൂടി തന്നെ ഈ രാജ്കുമാർ എന്ന പേരിലുള്ള ആൾ ഇത്തരമൊരു കോൾ വിളിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ തിരിച്ചറിയുകയും ഇതിൻ്റെ ഒരു ദുരൂഹത, അല്ലെങ്കിൽ എന്താണ് ഈ പ്രതികളുടെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചുള്ള സംശയമൊക്കെ വരികയും ചെയ്തു. ഇതേ തുടർന്നാണ് വിശദമായ അന്വേഷണം ഒടുവിൽ വിദ്യാ ബാലകൃഷ്ണൻ സൈബർ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഫോൺ വന്ന സിം കാർഡുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഇത് ഡൽഹിയിൽ നിന്നാണ് ഈ കോൾ വന്നത്, അല്ലെങ്കിൽ ഈ സിം കാർഡിൻ്റെ ഉടമ ഡൽഹിയിൽ നിന്നാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ സിം കാർഡ് ഉടമയിലേക്ക് ചെന്നപ്പോൾ താനല്ല ഇത് ഉപയോഗിച്ചത്, തൻ്റെ നഷ്ടപ്പെട്ട സിം കാർഡാണ്, അല്ലെങ്കിൽ തനിക്ക് ഈ സിം കാർഡിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ വിവരം നൽകുകയും ചെയ്തു. പിന്നീട് പോലീസ് വളരെ വിശദമായ അന്വേഷണം നടത്തുകയും UP ഡൽഹി അതിർത്തി പ്രദേശത്ത് വെച്ചാണ് ഈ 2 പ്രതികളെ പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. നിതിൻ കുമാർ, ഗൗരവ് എന്നിവരാണ് ഈ കേസിലെ പ്രതികളായിരിക്കുന്നവർ. ഇവർ പണം തട്ടിയെടുക്കുന്നതിന് മാത്രമാണ്, അല്ലെങ്കിൽ പണം തട്ടിയെടുക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ അറിയിച്ചിരുന്നു. ഇന്റർനെറ്റിൽ നിന്നും മറ്റുമൊക്കെയാണ് ഈ ഷാഫി പറമ്പലിൻ്റെയും ഡീൻ കുര്യാക്കോസിൻ്റെയും പോലുള്ളവരുടെ നമ്പർ കരസ്ഥമാക്കിയത്. പിന്നീട് അവരിൽ നിന്നും ഈ MLAമാരുടെ നമ്പർ കരസ്ഥമാക്കുകയും അതിൽ ഒരു കോള് വിദ്യാ ബാലകൃഷ്ണന് വിടുകയുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ സംബന്ധിച്ച് വളരെ വിശദമായ ചോദ്യം ചെയ്യലുകളൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് രാവിലെയാണ് കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. അല്പസമയത്തിനകം അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിനായി കമ്മീഷണർ തന്നെ ഉച്ചതിരിഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, മറ്റ് തട്ടിപ്പ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ, മറ്റ് MLAമാരെ വിളിച്ചിട്ടുണ്ടോ, സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഇത്തരം കോളുകളിൽ നിന്നും ഇവർ സൃഷ്ടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ഒരു വിവരങ്ങൾ നൽകും. എന്തായാലും വിദ്യാ ബാലകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. അഭിലാഷ്. യെസ്, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ വിദ്യയ്ക്ക് മാത്രമായിരുന്നില്ല, ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് പോലെയുള്ള മറ്റ് MPമാർക്ക് ഉൾപ്പെടെയൊക്കെ കോൾ വന്നിരുന്നു. അതിൽ ഇതെല്ലാം കണക്റ്റഡ് എന്നൊരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ? ഇവർ തന്നെയാണ് ഈ കബളിപ്പിക്കലിന് അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് ശ്രമം നടത്തി മറ്റുള്ളവരെയും വിളിച്ചത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ അനീഷ്? ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം ഇത് കൃത്യമായ ഒരു തട്ടിപ്പ് രീതി തന്നെയാണ്. കാരണം പല രീതിയിലാണ് തട്ടിപ്പുകാർ ആളുകളെ ബന്ധപ്പെടുകയും അവരിൽ നിന്നും പണം ഈടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് ആദ്യകാലത്തെ ഈ ബാങ്കിൻ്റെ OTP പേരിലൊക്കെ പറഞ്ഞു, പിന്നീട് ഡിജിറ്റൽ അറസ്റ്റുകളുടെ പേരിലൊക്കെ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിനുശേഷമാണ് ജനപ്രതികളെ തന്നെ, അതായത് സാക്ഷാൽ ഒരു മണ്ഡലത്തിൻ്റെ MLA തന്നെ കബളിപ്പിച്ച് പണം സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്ന
അപൂർവമായ ഒരു തട്ടിപ്പ് രീതി ഇവിടെ ഈ പ്രതികൾ പയറ്റിയിരിക്കുന്നത്. കാരണം 2 MP-മാരുടെ നമ്പർ ലഭിക്കുന്നു, അവരെ വിളിച്ച് അടുത്ത MLA-മാരുടെ നമ്പർ ശേഖരിക്കുന്നു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ ജീവനക്കാരൻ്റെ പേര് സംഘടിപ്പിക്കുന്നു. എന്നിട്ട് ആ പേരിൽ തന്നെ ബന്ധപ്പെടുന്ന ഒരു രീതി. സാധാരണഗതിയിലൊക്കെ നമുക്കറിയാം, വിദ്യാസമ്പന്നരായ ആളുകളാണ്, ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായ ആളുകളാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പിന് വശഗതരാകുക എന്നത് അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഇത്തരമൊരു ശ്രമം നടത്തുമ്പോൾ ഒരുപക്ഷെ ആദ്യഘട്ടമായി വല്ല പണം നൽകുകയോ അല്ലെങ്കിൽ ചെറിയ തുകകൾ വല്ലതും ആദ്യം ഇതിൻ്റെ ഒരു വിശ്വാസത്തിക്ക് വേണ്ടി കൈമാറുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ ആ തുകയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയാവും. ഒപ്പം നമുക്കറിയാം, ഈ സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് ഒരുപക്ഷെ കൃത്യമായി വിലയിരുത്തിയവരാവാം ഈ കള്ളന്മാർ അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരെന്ന് നമുക്ക് കരുതേണ്ടി വരും. എങ്ങനെയാണ്, ആരൊക്കെയാണ് ഈ സംസ്ഥാന മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഇനി ആർക്കൊക്കെയാണ് മന്ത്രിസഭയിൽ കയറാൻ സാധ്യതകൾ അവശേഷിക്കുന്നത്, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ചാൽ അവർ തങ്ങളുടെ വശത്തേക്ക് വീഴുക. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൻ്റെയൊക്കെ പേരിലൊരു കോള് വരുമ്പോൾ അത് തിരിച്ചൊരു ക്രോസ് ചെക്കിംഗ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ തന്നെ വിളിച്ച് ഇവർ അന്വേഷിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്കൊരു സന്ദേഹം ഉണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും അത്തരമൊരു സന്ദേഹം വിദ്യാ ബാലകൃഷ്ണൻ ഉണ്ടായില്ല. അവർ കൃത്യമായി തന്നെ ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, പിന്നീട് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. പക്ഷേ അതിനൊക്കെ ഒരു കാലവിളംബം ഉണ്ടായി എന്നത് മറ്റൊരു വസ്തുതയാണ്. അങ്ങനൊരു വിമർശനം നേരത്തെ ഉയരുകയും ചെയ്തിരുന്നു. ഏതാണ്ട് ഒരാഴ്ച അടുത്തപ്പോഴാണ് ഈ 6-ാം തീയതി നടന്ന സംഭവത്തിന് വിദ്യാ ബാലകൃഷ്ണൻ പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. പക്ഷേ അത് തീർച്ചയായും ഈ കാര്യങ്ങളുടെ നാടകങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുകയും ഈ പ്രതികൾ എവിടെ നിന്നുള്ളതാണ് അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് വൈകിയെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പോലീസ് തീർച്ചയായും എന്തായാലും സംസ്ഥാനത്ത് ഇത് പുതിയൊരു അനുഭവമാണ്. അതായത് ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA-യെ വിളിക്കുന്നു, 3 കോടി രൂപ ആവശ്യപ്പെടുന്നു, അത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന തരത്തിൽ പറയുന്നു. അങ്ങനെ 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാം എന്ന ഒരു വാഗ്ദാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. MP-മാർക്കും സമാനമാകുന്ന തരത്തിലുള്ള ടെലിഫോൺ ചെന്നിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് ഒരു സംഘമായി പ്രവർത്തിക്കുന്നവരാണോ, എങ്ങനെയാണ് ഈ കേരളത്തിലെ MLA-മാരുടെ പേരുകൾ ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ തട്ടിപ്പിന് ശ്രമം നടത്താൻ സാധിച്ചത് എന്നതിൽ ഒക്കെയാണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.